ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ആട്ട വെച്ചിട്ട് പാസ്ത ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ആട്ട എടുത്തിട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളമായി പോവുകയാണെങ്കിൽ, അതായത് ചപ്പാത്തി മാവ് കണക്ക് തന്നെ കറക്റ്റ് കിട്ടണം. അത് അതിനെക്കാട്ടിയും കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടണം. ഒരുപാട് വെള്ളമായി പോവുകയും ചെയ്യരുത്. മീഡിയം എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടണം. എന്നാലേ നമുക്ക് പിന്നെ അത് ബോളാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ ചപ്പാത്തി പരത്താൻ വേണ്ടി എടുക്കുന്ന അത്രയും വേണ്ട, ചെറിയൊരു ബോളാക്കിയിട്ട് അതൊന്ന് പരത്തിയിട്ട്, അതായത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അതിതുപോലെ മടക്കിയെടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അതുപോലെ നമ്മളുടെ ആ മാവ് മൊത്തം ചെയ്തെടുക്കണം. കുറച്ച് കൈയൊക്കെ വേണിക്കും, പക്ഷെ ഫുള്ള് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി, ഉള്ളി, മുളക്, ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ ഫുള്ള് പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുക്കണം. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ മാത്രമേ ഇടാവൂ, ഇല്ലെങ്കിൽ ആട്ടമാവ് ഫുള്ള് പണി പാളും. അപ്പോൾ ഇത് ഫുള്ള് വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് ഇതെല്ലാം എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം കൂടെ കിടന്ന് നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം ഒരു ചരുവ എടുത്തിട്ട്, ഒരു ഉരുളി എടുത്തിട്ട്, അതിനുശേഷം നമ്മൾ അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് കടുകിടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും മുളകും എല്ലാം അതിലോട്ട് ഇടണം. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കളറ് മാറി ഇതുപോലെ ഒരു കളറാകുമ്പോഴത്തേക്കും അതിലേക്ക് ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മസാല, ഇത്തിരി കുരുമുളക്, ഇത്തിരി മുളക് കുറച്ച് കൂടുതലിടണം. ഇത്ര ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലൊരു നിറമാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അടിയിലുള്ള നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള തക്കാളിയും മുളകും ഉള്ളിയൊക്കെ നല്ലോണം മുകളിലോട്ട് വരുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് സ്റ്റൗവൊക്കെ ഓഫാക്കി അടച്ച് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഗായ്സ്, ടേസ്റ്റിയുള്ള സമയമാണ് ഇത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഗായ്സ്, കൊള്ളാം.